ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. ദ ഗ്ലാസ് ബെനാജറി ബൈ ടെന്നസി വില്യംസ്. ദ ഗ്ലാസ് മെനാജറി ബൈ ടെന്നസി വില്യംസ്. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആകുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയെന്ന് തോന്നുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്നോട് എൻ്റെ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ 3 foremost playwrights of 20th century American drama. The 3 foremost playwrights of 20th century American drama. ഇതാണ് ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആൻസർ: യൂജിൻ ഒനീൽ, ആർതർ മില്ലർ ആൻഡ് ടെന്നസി വില്യംസ്. ആരൊക്കെയാണ്? യൂജിൻ ഒനീൽ, ആർതർ മില്ലർ ആൻഡ് ടെന്നസി വില്യംസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ദ 3 foremost playwrights of 20th century American drama. ആൻസർ: യൂജിൻ ഒനീൽ, ആർതർ മില്ലർ ആൻഡ് ടെന്നസി വില്യംസ്. ഓർത്തിരിക്കുക, ഇപ്പോൾ തന്നെ മനസ്സിലോർത്തിരിക്കുക. യൂജിൻ ഒനീൽ, ആർതർ മില്ലർ ആൻഡ് ടെന്നസി വില്യംസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഷാൻഡ്ര ഓഫ് ദ പ്ലേ. ഈ പ്ലേ നമ്മുടെ ദ ഗ്ലാസ് മെനാജറി എന്നുള്ള പ്ലേ ഏത് കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്? മെമ്മറി പ്ലേ. ഏതിലാണ്? മെമ്മറി പ്ലേ. ഷാൻഡ്ര ഓഫ് ദി പ്ലേ മെമ്മറി പ്ലേ. ആരുടെ മെമ്മറിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പിന്നെ ആരാണ് മെയിൻ നറേറ്റർ എന്നൊക്കെ ഓർക്കുന്നുണ്ടാവും. ഷാൻഡ്ര ഓഫ് ദി പ്ലേ മെമ്മറി പ്ലേ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: What is the central symbol of the play? എന്താണ് ഈ പ്ലേയുടെ സെൻട്രൽ സിമ്പൽ? എന്തായിരിക്കും? നമ്മുടെ ടൈറ്റിൽ തന്നെയാണ് ആൻസർ. ദ ഗ്ലാസ് മെനാജറി. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്. ദ ഗ്ലാസ് മെനാജറി, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വൈൽഡ് ഗ്ലാസ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ദ സെൻട്രൽ സിമ്പൽ ഓഫ് ദ പ്ലേ? അതൊന്നും ആലോചിക്കാനില്ല. എന്താണ് സിമ്പൽ? ദ ഗ്ലാസ് മെനാജറി. സെൻട്രൽ സിമ്പൽ ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മെനാജറി. ഇനി അടുത്ത ചോദ്യം സെറ്റിംഗ് ഓഫ് ദ പ്ലേ ആണ്. എന്താണ് ഇതിൻ്റെ സെറ്റിംഗ്? അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ സെറ്റിംഗ് ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൻറ്റ് ലൂയിസ് അപ്പാർട്ട്മെൻറ്റ്. സെറ്റിംഗ് ഓഫ് ദ പ്ലേ സെയിൻറ്റ് ലൂയിസ് അപ്പാർട്ട്മെൻറ്റ്. സെറ്റിംഗ് ഓഫ് ദ പ്ലേ ഏത് പ്ലേയുടെയാണ്? ദ ഗ്ലാസ് മെനാജറി. സെറ്റിംഗ് ഓഫ് ദ പ്ലേ ദ ഗ്ലാസ് മെനാജറി. ആ ടൈറ്റിലും കൂടി ഒരുമിച്ച് പറഞ്ഞ് പഠിച്ചാൽ നമ്മളിനിപ്പോൾ എത്ര ഒരു ഇതുണ്ട്. കാരണം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാപ്പാഠം പഠിച്ചു വയ്ക്കൊന്നും വേണ്ട, നമുക്കറിയാണ്ട് ആൻസർ വരും. അപ്പോൾ സെറ്റിംഗ് ഓഫ് ദ പ്ലേ ദ ഗ്ലാസ് മെനാജറി എവിടെയാണ്? സെയിൻറ്റ് ലൂയിസ് അപ്പാർട്ട്മെൻറ്റ്. ഒരു ടൈം ചോദിക്കുകയാണെങ്കിൽ ലേറ്റ് 1930s. സെയിൻറ്റ് ലൂയിസ് അപ്പാർട്ട്മെൻറ്റ്, ലേറ്റ് 1930s. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ ഈസ് ദ നറേറ്റർ ഓഫ് ദ പ്ലേ ദ ഗ്ലാസ് മെനാജറി? പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചാൽ ഒന്നുകൂടി ഓർമ്മയിൽ നിൽക്കും. ഹൂ ഈസ് ദ നറേറ്റർ ഓഫ് ദ പ്ലേ ദ ഗ്ലാസ് മെനാജറി? ആരാണ്? ടോം വിങ്ഫീൽഡ്. ഹൂ ഈസ് ദ നറേറ്റർ ഓഫ് ദ പ്ലേ ദ ഗ്ലാസ് മെനാജറി? ടോം വിങ്ഫീൽഡ്. Who is the narrator of the play The Glass Menagerie? Tom Wingfield. അടുത്തത്: The action of the play is set nearest to which era of American history? ചോദ്യം എന്താണ്? The action of the play ഏത് പ്ലേ ആണ്? The Glass Menagerie is set nearest to which era of American history? എന്താണ് ആൻസർ? The Great Depression. The action of the play is set nearest to which era of American history? The Great Depression. Setting of the play എന്താണ്? സെയിൻറ്റ് ലൂയിസ് അപ്പാർട്ട്മെൻറ്റ്, ലേറ്റ് 1930s. ഇനി ആക്ഷൻ ഓഫ് ദ പ്ലേ ഈസ് സെറ്റ് നിയറസ്റ്റ് ടു വിച്ച് ഇറ ഓഫ് അമേരിക്കൻ ഹിസ്റ്ററി? ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The play premiered at ഡാഷ്. എവിടെയാണ് പ്രീമിയർ ചെയ്തത്?
പ്രസൻറ്റ് ചെയ്യപ്പെട്ട ചിക്കാഗോ. ദ പ്ലേ പ്രീമിയേർഡ് അറ്റ് ചിക്കാഗോ. ദ പ്ലേ പ്രീമിയേർഡ് അറ്റ് ചിക്കാഗോ. ദ പ്ലേ പ്രീമിയേർഡ് അറ്റ് ചിക്കാഗോ. ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ടെന്നസി വില്യംസ് വാസ് ദ പ്രാക്ടീഷണർ ഓഫ് ഡാഷ് ഡ്രാമ. ടെന്നസി വില്യംസ് വാസ് ദ പ്രാക്ടീഷണർ ഓഫ് ഡാഷ് ഡ്രാമ. ഏതാണ് ആൻസർ? എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. ടെന്നസി വില്യംസ് നമ്മൾ ഓർക്കുക, ദ ഗ്ലാസ് മെനാജറി എന്തിൻ്റെ പ്രാക്ടീഷണറാണ്? ഏത് ഡ്രാമയുടെ പ്രാക്ടീഷണറാണ്? എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. ടെന്നസി വില്യംസ് വാസ് ദ പ്രാക്ടീഷണർ ഓഫ് ഡാഷ് ഡ്രാമ. എക്സ്പ്രഷനിസ്റ്റ് ഡ്രാമ. ഇനി അടുത്ത ചോദ്യം, ബർത്ത് നെയിം ഓഫ് ടെന്നസി വില്യംസ്. ബർത്ത് നെയിം ഓഫ് ടെന്നസി വില്യംസ്. ബർത്ത് നെയിം ഓഫ് ടെന്നസി വില്യംസ് എന്താണ്? ബർത്ത് നെയിം തോമസ് ലാനിയർ വില്യംസ്. തോമസ് ലാനിയർ വില്യംസ്. ബർത്ത് നെയിം ഓഫ് ടെന്നസി വില്യംസ് തോമസ് ലാനിയർ വില്യംസ്. തോമസ് ലാനിയർ വില്യംസ്. പിന്നെ എവിടെ നിന്നാണ് ഈ ടെന്നസി വില്യംസ് എന്നത് അല്ലെങ്കിൽ ടെന്നസി എന്നുള്ള പേര് കിട്ടിയത്? ഗോട്ട് ദ നിക് നെയിം ടെന്നസി ഇൻ കോളേജ്. എവിടെ നിന്നാണ് കിട്ടിയ? കോളേജിൽ നിന്ന്. ടെന്നസി വില്യംസിൻ്റെ ബർത്ത് നെയിം എന്താണെന്ന് പറഞ്ഞാൽ, ബർത്ത് നെയിം ഓഫ് ടെന്നസി വില്യംസ് തോമസ് ലാനിയർ വില്യംസ് ബട്ട് ഗോട്ട് ദ നിക് നെയിം ടെന്നസി ഇൻ കോളേജ്. തോമസ് ലാനിയർ വില്യംസ്. തോമസ് ലാനിയർ വില്യംസ് ടെന്നസി വില്യംസ്. തോമസ് ലാനിയർ വില്യംസ് ടെന്നസി വില്യംസ്. ഓക്കെ, ഗോട്ട് ഇറ്റ് ഇൻ ദിസ് നെയിം ഇൻ കോളേജ്. ഇനി അടുത്ത ചോദ്യം, സോഴ്സ് ഓഫ് ദ പ്ലേ. ഏതിൻ്റെ സോഴ്സ്? ഏത് പ്ലേയുടെ സോഴ്സാണ്? ദ ഗ്ലാസ് മെനാജറിയുടെ സോഴ്സ്. ആ ഒരു പ്ലേയുടെ സോഴ്സാണ് ചോദിക്കുന്നത്. സോഴ്സ് ഓഫ് ദ പ്ലേ നോക്കാം. നമ്മുടെ റൈറ്ററിൻ്റെ തന്നെ വർക്കുകളിൽ തന്നെയാണ് ഇതിൻ്റെ സോഴ്സ്. എന്താണ് ആൻസർ? ഇതാണ്, എൻ ഏർലിയർ ഷോർട്ട് സ്റ്റോറി. എന്താണ് ആ ഷോർട്ട് സ്റ്റോറിയുടെ പേര്? പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ്. പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ്. പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ് ഒന്ന്. പിന്നെ ആൻഡ് എ സ്ക്രീൻ പ്ലേ ബൈ ദി ഓതർ നെയ്മഡ് ദ ജെൻറ്റിൽമാൻ കോളർ. അപ്പോൾ ഏതൊക്കെയാണ്? പോർട്രേറ്റ്, ഒരു ഷോർട്ട് സ്റ്റോറി, പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ്, അതേപോലെ തന്നെ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടുള്ള ദ ജെൻറ്റിൽമാൻ കോളർ. ഇതാണ് ഇതിൻ്റെ സോഴ്സ്. അപ്പോൾ സോഴ്സ് ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? സോഴ്സ് ഓഫ് ദ പ്ലേ ദ ഗ്ലാസ് മെനാജറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻ ഏർലിയർ ഷോർട്ട് സ്റ്റോറി, പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ് ആൻഡ് എ സ്ക്രീൻ പ്ലേ ബൈ ദി ഓതർ നെയ്മഡ് ദ ജെൻറ്റിൽമാൻ കോളർ. ഒന്നുകൂടി പറയാം, സോഴ്സ് ഓഫ് ദ പ്ലേ ആൻ ഏർലിയർ ഷോർട്ട് സ്റ്റോറി. ഏതാണ് ഷോർട്ട് സ്റ്റോറി? പോർട്രേറ്റ് ഓഫ് എ ഗേൾ ഇൻ ഗ്ലാസ് ആൻഡ് എ സ്ക്രീൻ പ്ലേ ബൈ ദി ഓതർ നെയ്മഡ് ദ ജെൻറ്റിൽമാൻ കോളർ. ദ ജെൻറ്റിൽമാൻ കോളർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോറാസ് കളക്ഷൻ ഓഫ് ഗ്ലാസ് ആനിമൽസ്. വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോറാസ് കളക്ഷൻ ഓഫ് ഗ്ലാസ് ആനിമൽ. എന്താണ് ലോറയുടെ ഒരു കളക്ഷൻ ഓഫ് ഗ്ലാസ് ആനിമൽ ഉണ്ടല്ലോ, അതെന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എന്താണ് ആൻസർ? നമ്പർ ഓഫ് ഫേസറ്റ്സ് ഓഫ് ഹെർ പേഴ്സണാലിറ്റി. അവളുടെ തന്നെ പേഴ്സണാലിറ്റിയുടെ വിവിധ ഭാവങ്ങൾ. നമ്പർ ഓഫ് ഫേസറ്റ്സ് ഓഫ് ഹെർ പേഴ്സണാലിറ്റി. വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോറാസ് കളക്ഷൻ ഓഫ് ഗ്ലാസ് ആനിമൽ. ആ കളക്ഷൻ ഓഫ് ഗ്ലാസ് ആനിമൽസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ആ ഒരു ഗ്ലാസ് മെനാജറി എന്ന് പറയുന്ന സാധനം. സെൻട്രൽ സിംബൽ ഓഫ് ദ പ്ലേ എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഗ്ലാസ് മെനാജറിന്. ആ ഗ്ലാസ് മെനാജറി എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? നമ്പർ ഓഫ് ഫേസറ്റ്സ് ഓഫ് ഹെർ പേഴ്സണാലിറ്റി. ലോറാസ് പേഴ്സണാലിറ്റി. ഹെർ പേഴ്സണാലിറ്റി മീൻസ് ലോറാസ് പേഴ്സണാലിറ്റി. നമ്പർ ഓഫ് ഫേസറ്റ്സ്. അപ്പോൾ ഗ്ലാസ് മെനാജറി എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫേസറ്റ്സ് ഓഫ് ലോറാസ് പേഴ്സണാലിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ലോറാസ് നിക് നെയിം ബൈ ജിം ഡ്യൂറിങ് ദ സ്കൂൾ ടൈം. അപ്പോൾ വാട്ട് വാസ് ലോറാസ് നിക് നെയിം ബൈ ജിം ഡ്യൂറിങ് ദ സ്കൂൾ ടൈം. ആരാണ് ലോറ, ആരാണ് ജിം എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഇങ്ങനെ കഥ ഇങ്ങനെ ഓർമ്മ വരണം അല്ലേ? ലോറ ജിമ്മിനെയൊക്കെ ഓർമ്മ വരണം. അപ്പോൾ ആരാണ്? വാട്ട് വാസ് ലോറാസ് നിക് നെയിം ബൈ ജിം ഡ്യൂറിങ് ദ സ്കൂൾ ടൈം. എന്താണ്? ബ്ലൂ റോസസ്.
Blue roses. What was Laura's nickname by Jim during the school time? എന്താണ് ബ്ലൂ റോസസ് അല്ലേ. ജിമ്മിനെ കൊണ്ടുവന്നത് കാര്യം അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഈ ചോദ്യം പോലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത 13ാമത്തെ ചോദ്യം ഇതാണ്. വേർ ഡസ് ടോം വർക്ക്? വേർ ഡസ് ടോം വർക്ക്? എവിടെയാണ്? അറ്റ് എ ഷൂ വെയർ ഹൗസ്. അറ്റ് എ ഷൂ വെയർ ഹൗസ്. വേർ ഡസ് ടോം വർക്ക്? അറ്റ് എ ഷൂ വെയർ ഹൗസ്. വേർ ഡസ് ടോം വർക്ക്? ആൻസർ ഇതാണ്, അറ്റ് എ ഷൂ വെയർ ഹൗസ്. മറക്കരുത്. ഗ്ലാസ് മെനാജറിയാണ് നമ്മൾ പറഞ്ഞത്. ടെന്നസി വില്യംസ് ആണ്. സെയിൻറ്റ് ലൂയിസ് അപ്പാർട്ട്മെൻ്റ് ആണ്. ചിക്കാഗോയിൽ പ്രീമിയർ ചെയ്തു. ലേറ്റ് 1930s പറയുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ടൈമിലാണ്. അതൊക്കെ ഓർത്തിരിക്കാം. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ലോറാസ് ഫേവറേറ്റ് ഫിഗർ എമംഗ് ഹെർ കളക്ഷൻ ഓഫ് ആനിമൽസ്? Which is Laura's favorite figure among her collection of animals? Answer, the glass unicorn. The glass unicorn. Glass menagerie എന്നുള്ള എഴുതുന്നത് glass unicorn. Which is Laura's favorite figure among her collection of animals? Collection of animals ആണ് നമ്മൾ പറഞ്ഞ ഗ്ലാസ് മെനാജറി. അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ ഗ്ലാസ് യൂണിക്കോൺ. ദ ഗ്ലാസ് യൂണിക്കോൺ. ദ ഗ്ലാസ് യൂണിക്കോൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് അമാൻഡ മേക്ക് ടോം പ്രോമിസ് ദാറ്റ് ഹി വിൽ നെവർ ബി? ആരാണ് അമാൻഡ? ആരാണ് ടോം? ലോറ, ജിം. ഇതൊക്കെ ഓർത്തിരിക്കാം. വാട്ട് ഡസ് അമാൻഡ? അമാൻഡ ആരാണ്? ടോമിൻ്റെയും ലോറയുടെയൊക്കെ മദറാണ്. വാട്ട് ഡസ് അമാൻഡ മേക്ക് ടോം പ്രോമിസ് ദാറ്റ് ഹി വിൽ നെവർ ബി? എന്തായിരിക്കില്ല എന്നാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്? എ ഡ്രങ്കാർഡ്. എ ഡ്രങ്കാർഡ്. നമുക്കറിയാം ഇവരുടെ ഫാദർ പോയതും ബാക്കി പിന്നീട് വരുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ് 15ാമത്തെ. വാട്ട് ഡസ് അമാൻഡ മേക്ക് ടോം പ്രോമിസ് ദാറ്റ് ഹി വിൽ നെവർ ബി? എ ഡ്രങ്കാർഡ്. എ ഡ്രങ്കാർഡ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു ദ വിങ്ഫീൽഡ്സ് ഹാവ് ഇൻസ്റ്റെഡ് ഓഫ് എ പോർച്ച്? What do the Wingfields have instead of a porch? എന്താണ് ആൻസർ? ഫയർ എസ്കേപ്പ് ലാൻഡിങ്. ഫയർ എസ്കേപ്പ് ലാൻഡിങ്. ഈ ഫയർ എസ്കേപ്പിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു പ്ലേസ്, ഈ ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ മുൻപുള്ള കാര്യങ്ങളും സിസ്റ്ററിന് സംഭവിച്ച അമ്മയുടെ ഇതെല്ലാ കാര്യങ്ങളും ഒരു മെമ്മറി പ്ലേ ആയിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുമ്പോൾ മിക്കതും നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് ഇവിടെയാണ്. ഇവിടെ ഫയർ എസ്കേപ്പ് ലാൻഡിങ്. What do the Wingfields have instead of a porch? A fire escape landing. A fire escape landing. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. What do the Wingfields have instead of a porch? എന്താണ്? ഫയർ എസ്കേപ്പ് ലാൻഡിങ്. ഫയർ എസ്കേപ്പ് ലാൻഡിങ്. ഇനി 17ാമത്തെ ചോദ്യം. According to Tom, where does he spend most of his nights? According to Tom, where does he spend most of his nights? Answer, at the movies. At the movies. According to Tom, where does he spend most of his nights? At the movies. നമ്മൾ പറഞ്ഞതിൽ നറേറ്റർ ആരാണ്? ടോമാണ്. നറേറ്റർ ടോമാണ്. ഓക്കെ. According to Tom, where does he spend most of his nights? At the movies. At the movies. ഇനി 18ാമത്തെ ചോദ്യം. Dash was Williams' first successful play through which he became one of America's most highly regarded playwrights. ചോദ്യം ഒന്നുകൂടി. Dash was Williams' first successful play through which he became one of America's most highly regarded playwrights. Answer, The Glass
മെനാജറി. ദ ഗ്ലാസ് മെനാജറി. ചോദ്യം, ഡാഷ് വാസ് വില്യംസസ് ഫസ്റ്റ് സക്സസ്ഫുൾ പ്ലേ ത്രൂ വിച്ച് ഹി ബിക്കെയിം വൺ ഓഫ് അമേരിക്കാസ് മോസ്റ്റ് ഹൈലി റിഗാർഡഡ് പ്ലേ റൈറ്റ്സ്. ദ ഗ്ലാസ് മെനാജറി. ദ ഗ്ലാസ് മെനാജറി. Then 19th one, The Glass Menagerie is a memory play. The Glass Menagerie is a memory play whose memory is presented here. The Glass Menagerie is a memory play whose memory is presented here. ആരുടെയാണ്? ടോംസ് മെമ്മറി അല്ലേ? നേരത്തെ പറഞ്ഞു എവിടെ വന്നിട്ടാണ് ഒന്ന് കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഫയർ എസ്കേപ്പ് ലാൻഡിങ് ഓർക്കുക. ദ ഗ്ലാസ് മെനാജറി ഈസ് എ മെമ്മറി പ്ലേ ഹൂസ് മെമ്മറി ഈസ് പ്രസൻറ്റഡ് ഹിയർ. ടോംസ് മെമ്മറി. ടോംസ് മെമ്മറി. ടോമിൻ്റെ മെമ്മറിയാണ് ഇവിടെ പറയുന്നത്. ടോമിൻ്റെ മെമ്മറിയിലൂടെയാണ് നമ്മൾ ഈ കഥ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, at the beginning of the play, where is Laura supposedly attending classes? At the beginning of the play, where is Laura supposedly attending classes? എവിടെയാണ്? അറ്റ് ബിസിനസ് കോളേജ്. At the beginning of the play, where is Laura supposedly attending classes? At a business college. അത് നമുക്ക് മനസ്സിലാവുന്ന അമ്മാൻ്റെ പറയുന്നുണ്ട്. ആദ്യം ഇങ്ങനെ കൊണ്ടാക്കിയിട്ട് അവൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുന്നു, പിന്നെ പോവാണ്ട് അവിടെ ചുറ്റിക്കറങ്ങി അങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിലൂടെയാണ് നമുക്കത് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പിന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനിയും കൂടുതൽ ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. കാരണം ഇത് പഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇത് മാത്രം നോക്കണം എന്നല്ല പറയണത്, നമ്മൾ കൂടുതലായിട്ട് നോക്കണം. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ പഠിക്കുക, ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. നല്ലതായാലും ചീത്തതായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്താണെങ്കിലും കാണാം. ഓക്കെ.